നമ്മൾ കഴിക്കുന്ന ചോറിൻ്റെ സ്ഥാനത്തു നിന്ന് ഒരു അര കപ്പ് മാത്രം മതി. അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് കറി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മില്ലറ്റ് കൊണ്ടുള്ള റെസിപ്പിയായിട്ടാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് റാഗിയാണ്. ഇന്ന് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഫോക്സ്റ്റൈൽ മില്ലറ്റ് കൊണ്ടുള്ള റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3/4 കപ്പ് മില്ലറ്റാണ് എടുത്തിരിക്കുന്നത്. അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമോടെ ഒഴിച്ച് ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. മില്ലറ്റ് ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയ ഒരു ചെറു ധാന്യമാണ്. അപ്പം മില്ലറ്റ് കഴുകി ആ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് പിന്നീട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം നല്ല വെള്ളമായിരിക്കണം ഒഴിച്ചു കൊടുക്കുന്നത്. അത് മില്ലറ്റ് മൂടി കിടക്കുന്ന വിധത്തിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിത് ഇനിയൊരു 6 to 8 മണിക്കൂറോളം കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഫൈറ്റിക് ആസിഡ് റിലീസ് ചെയ്യണം. ഫൈറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ന്യൂട്രിയൻ്റ് അബ്സോർബ് ചെയ്യുന്ന ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു കെമിക്കലാണ്. അപ്പോൾ അത് റിലീസ് ചെയ്താൽ പിന്നെ നമ്മൾ ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഡൈജഷൻ്റെ പ്രോബ്ലം ഒന്നും വരത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ കുതിർത്ത് വെക്കാതെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഭയങ്കര ഗ്യാസ് പ്രോബ്ലവും ഒക്കെ ഉണ്ടാകും, ഡൈജഷൻ പ്രോബ്ലം ഒക്കെ ഉണ്ടാകും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ഇത് കുതിർത്ത് ഇട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. തന്നെയല്ല, നമ്മളിത് മില്ലറ്റ് നമ്മൾ ഇതുപോലെ കുതിർത്ത് വെക്കാതെയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് അതിനകത്തൊരു കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഒരു എർത്തി ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് തോന്നത്തില്ല. അപ്പോൾ നമ്മൾ കുതിർത്ത് വെക്കുകയാണെങ്കിൽ അതെല്ലാം മാറി കിട്ടുകയും ചെയ്യും. ഒരു ഫ്രഷ്നെസ് ആയിരിക്കും നമുക്ക് തോന്നുന്നത്. ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തക്കാളി ഹാഫ് ഹാർട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 1 ടീസ്പൂണ് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി ഇഞ്ചി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില, 2 ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ നെടുകയാണ് മുറിച്ചിട്ടേക്കുന്നത്. നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വേണേലും എടുക്കാം. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള നമുക്കിഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. ഗ്യാസ് സ്റ്റൗവിൽ പാൻ വെച്ചു, ഓണാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 ടീസ്പൂണ് ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നു. അത് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 1 ടീസ്പൂണോളം എടുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്ന് ദാലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. നമുക്ക് നെയ്ക്ക് പകരം ഓയിലും ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഇട്ട് കൊടുത്ത ഉഴുന്നാലൂടെ മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് പുറകാലെ ബാക്കി വെജിറ്റബിൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന മില്ലറ്റിൻ്റെ അളവിനനുസരിച്ച് നമ്മളുടെ ഈ വെജിറ്റബിളൊക്കെ നമുക്ക് അളവുകൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ക്യാരറ്റും ഗ്രീൻ പീസൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഗ്രീൻ ചില്ലിയാണ്. അതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചിയോട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിനി ഇഞ്ചി പേസ്റ്റായിട്ടാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ആ കൂട്ടത്തിൽ നമുക്ക് വെളുത്തുള്ളിയുടെ പേസ്റ്റാക്കി ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഒരു 3/4 കപ്പോളം മില്ലറ്റ് എടുത്തിട്ടാണ് ഇത് 2 പേർക്ക് കഴിക്കാനുള്ളത് ഇവിടെ റെഡിയാക്കി ഇട്ടിരിക്കുന്നത്. അപ്പോൾ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അതേസമയം നമ്മൾ ചോറ് കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്ഥാനത്ത് ഒരു 4 കപ്പ് ചോറ് കഴിച്ചാൽ നമുക്ക് മതിയാവത്തില്ലായിരിക്കും. അപ്പം വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് മില്ലറ്റ് കൊണ്ടുള്ള ഉപ്പുമാവ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായവും പറയുകയും വേണം. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്യാസ് സിമ്മയിലാണ് ഇട്ടിരിക്കുന്നത്. പിന്നീട് പൊടി വകളായിട്ട് ഇട്ട് കൊടുക്കുന്നത് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണ് കാശ്മീരി ചില്ലിയുമാണ് ഇട്ട് കൊടുക്കുന്നത്.
ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം, അതുപോലെ കായത്തിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിതിവിടെ കായത്തിൻ്റെ പൊടിയും ഗരം മസാല ഇടുന്നില്ല. അപ്പോൾ നമ്മുടെ പൊടിവകളൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്, നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുന്നുമുണ്ട്. ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുതിരാനായിട്ട് വെച്ചിരുന്ന ആ വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുത്തത്. പിന്നെ 1 കപ്പ് കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു 1/2 കപ്പ് കൂടെ വെള്ളം ഒഴിച്ചു. അതായത് 2 കപ്പും വെള്ളവും പിന്നെ ഒരു ശകലം വെള്ളത്തോടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ആ സമയത്തൊന്ന് മൂടി വെച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്ത് തിളയ്ക്കാൻ വെച്ച സമയത്ത് ഗ്യാസ് ഒന്ന് ഹൈയിലായിരുന്നു. അങ്ങനെ വെള്ളം തിളച്ച് വന്ന സമയത്ത് ഗ്യാസ് സിമ്മയിലോട്ടാക്കിയിട്ട് നമ്മുടെ കുതിർത്ത് വെച്ച മില്ലറ്റ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മില്ലറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ അടച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഗ്യാസ് ഹൈയിലോട്ടാക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് സിമ്മയിലോട്ടാക്കി വെക്കാം. ഇനി ആ ചെറു തീയിൽ ഒരു 15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ മില്ലറ്റ് ഇവിടെ കുക്ക് ചെയ്ത് റെഡിയായി കിട്ടും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പം കറക്റ്റ് 2 പേർക്ക് കഴിക്കാനുള്ളതുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളം പറ്റി എല്ലാം വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് നമ്മുടെ മില്ലറ്റ് ഉപ്പുമാവ്. അങ്ങനെ നമ്മുടെ മില്ലറ്റ് ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.